നമ്മളിപ്പോ ഉള്ളത് ആഗ്ര ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. ഇന്നലെ കുറച്ച് പണികളൊക്കെ പറ്റി. ഇന്നലെ ഞാൻ വീഡിയോ കഴിഞ്ഞപ്പോൾ തന്നെയില്ല. നമ്മൾ താജ് കണ്ട് ഇറങ്ങി, പിന്നെ നമ്മൾ തിരിച്ച് ആഗ്ര ഖാൻ സ്റ്റേഷനിൽ വന്നു. എന്നിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ പറ്റി. അത് ഞാൻ അടുത്ത വ്ലോഗിൽ പറയട്ടെ എന്താ പറ്റിയത്. അത് ഞങ്ങൾ ഇന്നലെ ടെൻ്റ് അടിച്ചാണ് കിടന്നത്. ആഗ്ര ഖാനിൽ 2 ദിവസം അവിടെ ടെൻ്റ് അടിക്കണം. അവിടെ കിടന്നു. ഇപ്പൊ സമയം 8:30 മണിയായി. നമ്മൾക്ക് ഇവിടുന്നാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് വണ്ടി കേട്ടോ. അത് ഇവിടുന്നല്ല, ആഗ്ര ഫോർട്ട്. ആഗ്ര ഖാനിൽ ഞങ്ങൾ ഓട്ടോ പിടിച്ച് ഇപ്പൊ തിരിച്ചിങ്ങനെ വന്നേക്കാണ്. ഞങ്ങൾ പല്ല് വെച്ചിട്ടില്ല, കുടിച്ചിട്ടില്ല, ടോയ്ലറ്റ് പോയിട്ടില്ല, ഒന്നായിട്ടില്ല. ഇനിയിപ്പോൾ എല്ലാം നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിയിട്ട് വേണം എല്ലാം ചെയ്യാൻ വേണ്ടി. ഇനി ഇവിടുന്ന് ഒരു 10 മണിക്കൂർ യാത്ര ഉണ്ട്. ഒരു 550 കിലോമീറ്റർ ഉണ്ട്. കാസർഗോഡ് നിന്ന് ആലപ്പുഴ വന്ന റൂട്ടുണ്ട് കേട്ടോ. ട്രെയിൻ വരുന്നുണ്ട്. എൻ്റെ മോനെ മച്ചില്ല. അപ്പോൾ കേസ് എല്ലാവരും കാണാം. അടുത്ത വീട്ടിൽ കാണാം. ജയ്സ്, നമ്മളിപ്പോ പ്രയാഗ്രാജിലാണോ? പ്രയാഗ്രാജിലെ തിരക്കാണ് നിങ്ങൾ കാണുന്നത്. ഞങ്ങൾ വന്ന വണ്ടിയാണ്, ജനറൽ കമ്പാർട്ട്മെന്റ് ആണ്. കൊലത്തിരക്കാണ്, കൊലത്തിരക്ക്. നമ്മൾ ഇത്ര നേരം മോളിൽ ഇരുന്നിട്ടാണ് വന്നത്, എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോ പോലീസൊക്കെയാണ് എല്ലാരും ഇറക്കണതൊക്കെ. അതായത് ഭയങ്കര അവര് മിസ്സിലും അതും ഇതൊക്കെ കൊണ്ടിട്ടാണ്. എന്റെ മോനെ പോലീസ് എല്ലാരും ഓടിക്കുന്നുണ്ട്. ഞാൻ മച്ചാൻ കാണാൻ പേടിച്ച്. എന്നടാ ഇത് ശ്വാസം മുടി ചത്തോല്ലോ. പോയോ ദൈവം, ഇത് എങ്ങനെ നമ്മള് തിരിച്ചു പോകും? ഫുൾ കോമഡിന്റെ. അതും ട്രെയിനും കുറവ് വെച്ചാ എല്ലാരും ഇത് കൂടെ കയറ്റി വിടുന്നുണ്ടോ കേട്ടോ. തിരക്കാണ്, തിരക്കുമേ തിരക്ക്. നമ്മളങ്ങനെ പ്രയാഗ്രാജ് ജംഗ്ഷനിലെത്തി കേട്ടോ. ഇതാണ് ജംഗ്ഷൻ. ഞങ്ങൾ അകത്തിരിക്കായിരുന്നു 1 മണിക്കൂർ. ബ്രഷൊക്കെ ചെയ്ത് ഞങ്ങൾ ഇപ്പോഴാണ് പല്ലേക്കുന്നത്. അതാണ് വെറൈറ്റി. ഇത് അതാ ശ്രീ വ്ലോഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് എനർജി ഇല്ല, അതാണ് ഞാൻ എടുക്കാത്ത വീഡിയോ. അത് അത്രത്തോളം മടുത്തു. ഒന്നത് ഫുഡ് വെച്ചിട്ടില്ല. അതെന്താണ് ട്രെയിനാ? അത് ട്രെയിന് ഇവിടെ ഓടുന്ന പോരാത്തതുകൊണ്ട് അവിടെ പുറത്ത് ഇവിടെ കുറെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുംഭമേള പ്രമാണിച്ച് ഇവിടുന്ന് കുമ്പോളേക്ക് 4-5 കിലോമീറ്ററൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളിപ്പോ ലഗേജ് ഒന്ന് അകത്തെ ക്ലോക്ക് റൂം ആണെങ്കിൽ ഫുള്ള് അവിടെ ക്യൂ ഒക്കെയാണ്. വൻ തിരക്ക്. വൻ തിരക്ക്. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് തിരക്ക് ഓൾറെഡി ഇത് അറിയായിരുന്നു, പക്ഷെ ഇവിടെ ഇത്രത്തോളം ഉണ്ടാവും നമുക്ക് അറിയില്ല. ന്യൂസിലൊക്കെ ഉണ്ട്, വീഡിയോസിലൊക്കെ ഉണ്ടായത്. പക്ഷെ ഇവിടുന്ന് അങ്ങനെ ഇനി ചാടുന്നാണ് ഞങ്ങൾ ആലോചിച്ചത് ആദ്യം. അതായത് ട്രെയിൻ അങ്ങനെ കയറുന്നു, കാരണം നമ്മളെ ലഗേജ് ഒക്കെ ഉണ്ടല്ലോ. നോക്കാം എന്തായാലും മുങ്ങി നോക്കാം. ബാക്കിയൊക്കെ പക്ഷെ ഫുഡ് അടിക്കാ. ഫുഡ് അടിക്കാതെ ചാവനായി. ആദ്യം ഭക്ഷണം എനർജി ഇല്ല, അതാണ്. ഇവിടെ ഒരു ട്രെയിനിന്റെ ഊട്ടി ടോയ് ട്രെയിൻ പോലെയൊക്കെ ഉണ്ട്. ഒരു ഡിസ്പ്ലേ ഇട്ടുണ്ട് കേട്ടോ. ഇത് ഏതാ വണ്ടി? ഇത് വാറനപ്പാ. 4, 8, 10 പേരൊക്കെ ഉള്ളൂന്ന് വെച്ചാ. ഇതെന്ത് പവർ വേണം അപ്പൊ ഇനി? 10 പേരെന്ന് പറഞ്ഞാല് ഇന്നോവ 7 സീറ്ററാ. അതെ, ഇന്നോവയൊക്കെ ഉള്ളൂ. ഏതാ വണ്ടി? അതെല്ലാം ട്രാവലറായത്. ഒരു 4 പേരെ കൊണ്ടാ ട്രാവലറായത്. നാട്ടിലൊന്നും എടുത്തിട്ട് വാറാനത്. പിന്നെ ഇതുപോലത്തെ വണ്ടികളൊക്കെ കൂടുതലുള്ള കേട്ടോ. ഇത് ഇലക്ട്രിക്കലൊക്കെയാണ്. ഇലക്ട്രിക്കൽ വെഹിക്കിളാണത്. രക്ഷ. ഇതോടെ ഓരോ പോലീസുകാരൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ചായക്കുണ്ട്. ഞങ്ങൾ ചായ കുടിക്കാൻ കേട്ടോ. ഭയങ്കര ഒരു തൊണ്ടനൊക്കെ തുടങ്ങി. അപ്പൊ ചൂട് ഇതാ ആകെ പോണത് ഇതാണ്. ആകെ 2 ചായ ഒരു ദിവസം. അപ്പൊ അത് മുളക്കുണ്ടായിച്ചു. അയ്യോ, ഇതിവിടെ പാൻ മസാല കട മൊത്തം ഉണ്ട് കേട്ടോ. ഉള്ളത് എല്ലാം ഉണ്ട് അവിടെ. ഇല്ലാത്തൊന്നും ഇല്ല. ഇവിടെ അത് ലീഗലാണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. എന്തായാലും ചായ കുഴപ്പമില്ല കേട്ടോ, നല്ല രസമുണ്ട്. അപ്പോ നമ്മള് പ്രയാഗ്രാജ് സ്റ്റേഷനിലാട്ടോ, റെയിൽവേ സ്റ്റേഷനിലാണ്. ശ്രീ ഉണ്ടോട്ടോ. ശ്രീ വെള്ളം എടുക്കാൻ പോയി കുടിക്കാൻ. ഞങ്ങളിപ്പോ ടെന്റ് അടിച്ചില്ല, ടെന്റ് അടിക്കാൻ വിട്ടില്ല. ഞങ്ങളിവിടെ സ്ലീപ്പിംഗ് ബാഗ് ഇട്ട് കടന്നേക്കാണ് കേട്ടോ, ഷീറ്റ് വെച്ചിട്ട്. ഇവിടെ മൊത്തം പോലീസൊക്കെയാണ്, പോലീസും പട്ടളൊക്കെയാണ്. ഞാൻ എന്തെങ്കിലും കാണിച്ചു തരുന്നുണ്ട് അവസ്ഥ. ജനതാണ് ഇടക്കിടക്ക് അവിടെ നോക്കണത്. ഇവിടെ മൊത്തം പോലീസും ഇതിലൊക്കെയാണ്. നമുക്ക് ചെറുതായിട്ട് തൊണ്ടക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് സംസാരിക്കാൻ പറ്റില്ല. ഞങ്ങളിപ്പോ 2 പേരും ചേസ് അടിച്ച് സാധനം കുടിച്ചുള്ളൂ. ചേസ് അടിച്ച് ഞങ്ങൾ ചെറുത്തൊന്ന് അടിച്ചു കാണിച്ചു കൊടുക്കുന്നത്. 5 ml വെച്ച് കണ്ട് ഈ സിറപ്പ് അടിച്ചേട്ടാ എന്റെ മോനെ.
ഞങ്ങൾ ഓൾറെഡി ശ്രീ മൊത്തം ഗുളിയൊക്കെ കാര്യങ്ങള് മൊത്തം ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മൊത്തം വരാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ, അസുഖങ്ങളൊക്കെ. അപ്പൊ ഞങ്ങൾ ചുമയുടെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തോ രണ്ടുപേർക്കും ഒരു സുഖീട്. അപ്പൊ ഞങ്ങൾ ഏതായാലും റിസ്ക് എടുക്കുന്നില്ല, കാരണം തണുപ്പാണ്. ഇന്നിവിടെ ടെന്റ് പോലും അടിച്ചില്ല, മഞ്ഞൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും മുടി പിടിച്ച് കിടക്കുകയാണെങ്കിൽ പോലും നാളേക്ക് ഇനി വയ്യാണ്ടാവരുതല്ലോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കസോളാണ് പോകാനുള്ളത്, കാരണം ഇതിലേറെ തണുപ്പായിരിക്കും. അപ്പൊ അതുകൊണ്ട് സേഫ്റ്റി പ്രിക്കോഷൻസ് എല്ലാം നല്ല വൈബാട്ടാ. മറ്റേ ഒരു കുടുംബ സംഗമം പോലെ ഉണ്ട്. ഞാൻ കാണിച്ചിട്ടില്ല. കുടുംബ സംഗമം അല്ല ഇത്, വെള്ളപ്പൊക്കം വന്നാൽ ക്യാമ്പ് പോകുന്ന അവസ്ഥയാണ്. ക്യാമ്പില് പോയിട്ടില്ല, പക്ഷെ ഇങ്ങനെയാണ് അവിടുത്തെ ഒരു പരിപാടി. എന്തായാലും കുഴപ്പമില്ല, ഇതെല്ലാം എക്സ്പീരിയൻസ് രസമുള്ള. ഞങ്ങള് റൂം എടുക്കാന്ന് വിചാരിച്ചു, പിന്നെ വിചാരിച്ച് പുറത്ത് ടെന്റ് അടിക്കാന്ന് വിചാരിച്ച് ചോദിക്കാൻ വന്ന, അപ്പോഴാണ് ഇവിടെ ഇങ്ങനെ സ്പേസ് ഉണ്ട്. അപ്പൊ ഇവിടെ ടെന്റ് അടിക്കാന്ന് വിചാരിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ സ്ലീപ്പിംഗ് ബാഗ് ഒക്കെ ഇട്ടിട്ട് ടെന്റ് നേരെ കൂരിയില്ലെന്നുള്ളു, ബാക്കിയെല്ലാം ഉണ്ട് ടെന്റ് കിടക്കുന്ന. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. മൊത്തം പോലീസാണ്, മൊത്തം പോലീസും പട്ടാളൊക്കെയാണ്. അതുകൊണ്ട് മൊത്തം പിന്നെ ക്യാമറ സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് നേരെ എന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതായത് എല്ലാവരും കാണും, ചിലപ്പോൾ പോലീസൊക്കെ പണിയാൻ ചാൻസ് ഉണ്ട്. കാരണം അല്ല, അത് അത്ര നല്ലതല്ല എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ റിസ്ക് എടുക്കേണ്ട വെച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യൂ കേട്ടോ. ഇതിനപ്പുറത്തേക്ക് കുറേ പേരുണ്ട്, അതിനപ്പുറത്തേക്കും കടക്കുന്നുണ്ട്. അതായത് ഒരു 10,000-30,000 പേരെങ്കിലും ഇവിടെ കടക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ കുംഭമേള പ്രമാണിച്ച് സ്റ്റേഷനിൽ കൊടുത്ത പരിപാടി, സ്റ്റേഷനിൽ സെറ്റപ്പ് ചെയ്തതാണ് എന്നെനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ആവശ്യമില്ല. ഇതെല്ലാം പുതിയ കേട്ടോ. ടോയ്ലറ്റ്, കുടിവെള്ളം എല്ലാം ഉണ്ട് ഇവിടെ. ക്യാമറ സെറ്റപ്പ്, പിന്നെ എന്തെങ്കിലും ഹെൽപ്പ് ലൈൻ നമ്പർ പരിപാടി, അതിനായിട്ട് ഇരിക്കുന്ന കുറേ പേര്. പിന്നെ ഇവിടെ ഫുഡ് സ്റ്റാളുണ്ട് എൻ്റെ തൊട്ട് ബാക്കിൽ. അപ്പോൾ അത് ശ്രീ കടന്നു കേട്ടോ. ഞങ്ങളിപ്പോൾ കടന്നുള്ളൂ. ഞാൻ അതിനുശേഷം ഞാൻ വിട്ടുപോയി വീഡിയോ എടുക്കാനായിട്ട്. അങ്ങനെ ഞാൻ മൊബൈൽ, പിന്നെ പ്ലഗ് പോയിന്റ് എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഈ ഓരോ പില്ലറിലും ഇങ്ങനെ പ്ലഗ് പോയിന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉപകാരമാണ്. അപ്പോൾ ഞാൻ അത് കുറച്ച് ചാർജ് ചെയ്യാൻ വേണ്ടി പോയതാണ്. ഇപ്പോൾ ചാർജ് ചെയ്തൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കിടക്കാൻ നിൽക്കുകയാണ്. ഇപ്പം നല്ല തണുപ്പാണ് ഇവിടെ, നല്ല തണുപ്പുണ്ട് കേസ്. ഒരു 9 ഡിഗ്രിയൊക്കെ ആയി തോന്നുന്നുണ്ട്, 9 ഡിഗ്രി സെൽഷ്യസൊക്കെ. ഇനിയിപ്പോൾ നേരെ വിളിക്കുമ്പോൾ കുറയാൻ ചാൻസ് ഉണ്ട് കേട്ടോ, ഒന്നും കൂടെ കുറയും. അപ്പോൾ കേസ് ഇതൊക്കെയാണ് കാര്യങ്ങൾ. അതായത് കുറേ പേരുണ്ട്. ഇതെന്തായാലും നല്ല സെറ്റപ്പാണ്, കാരണം എല്ലാവരും റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തും അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതിങ്ങനെ മഞ്ഞ് വീഴാണ്ട് ഇങ്ങനെ ഒരു സെറ്റപ്പിൽ കിടക്കാൻ പറ്റുന്ന വലിയവരാണ്. ഇവിടുത്തെ UP സർക്കാരിൻ്റെ വക ആണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ബാക്കി കാഴ്ചകളൊക്കെ നാളെ എണീച്ചിട്ട് നമുക്ക് കാണാം കേട്ടോ. ബാക്കി മാക്സിമം നമുക്ക് ഈ മൊബൈൽ ചാർജിങ് സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ട്, ട്രാവലിങ്ങിൽ ആയതുകൊണ്ട് നമുക്ക് എടുക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇടയ്ക്ക് നമുക്ക് ഫോണിൽ ചാർജ് ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതുവരെ എടുക്കാത്തത്. ഞാൻ എടുത്തിട്ടില്ല. അതായത് ശ്രീയുടെ വ്ളോഗിൽ ഉണ്ടാവും കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ ചിലതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യണതാണ് മനഃപൂർവ്വം. അതായത് ചാർജ് ഇല്ല, അതിൻ്റെ പ്രശ്നങ്ങൾ, പിന്നെ അല്ല ഇതുവരെ ഞങ്ങൾ റൂം എടുത്തിട്ടില്ല, ഞങ്ങൾ ടെൻറ്റിലൊക്കെ ആയിരുന്നു സ്റ്റേ. ഇപ്പോൾ ഇന്നിവിടെ എങ്ങനെ ആയാലും, അതായത് ഇന്നാണെങ്കിൽ ഇവിടെ ഇങ്ങനെയും. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുകയായിരിക്കണം. അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ് ഗൈസ്, കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പ്രയാഗ്രാജിലെ പ്രഭാതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകെടുത്തായിരുന്നു രാവിലെ. മോനെ സൗണ്ട് പോയിട്ട് സമയത്ത് 7:30 ആയിട്ടോ. ശ്രീ കുറച്ചുകൂടെ ബാഗ് അടിച്ചു. എന്നിട്ട് ടോയ്ലറ്റൊക്കെ പോയി നോക്കി, നല്ല തിരക്കാണ്. ഒരു ചായ കുടിച്ചു. വീട്ടിൽ ഇറങ്ങിയ ശേഷം ഇതാണ് ഞാൻ കുടിച്ചൊരു ബെസ്റ്റ് ചായ കേട്ടോ. കാരണം ഇത് ഭയങ്കര പ്ലെയിൻ ചായ, അതായത് നമ്മൾ വീട്ടിലേക്ക് വെക്കുന്ന പോലെ പാൽ ചായ. ബാക്കിയുള്ളതൊക്കെ ഒരു കുത്തലുണ്ട്. ഇത് എന്താണോ, അത് പാലിൻ്റെ ആണോ വെള്ളത്തിനാണോ അല്ല, ഒരു ഭയങ്കര ഒരു കുത്തലുണ്ട്. ഒരു സുഖമില്ല കുടിക്കാൻ. ഇതുവരെ കുടിച്ചത്, പക്ഷെ ഇതായിട്ട് നല്ല രസമാണ്. സൗണ്ടൊക്കെ പോയി, മൂക്കടഞ്ഞു, സൗണ്ട് പോയി, ചോമ്പുണ്ട്, എന്തോ അറിയില്ല, ബാക്കിയൊക്കെ കാട്ടറിയാം. ഞാൻ സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട്, ഞാൻ പുറത്തു വന്നിട്ടില്ല. പിന്നെ നമ്മളെ ലഗേജ് ഒക്കെ ഒന്ന് ഒതുക്കണം. ട്രെയിൻ ടിക്കറ്റിൻ്റെ റിട്ടേൺ ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊന്നും നോക്കാനുണ്ട്, അതൊന്നും ചെയ്യണം. ടോയ്ലറ്റ് പോകണം, ബാഗ് ക്ലോക്ക് റൂമിൽ വെക്കണം, ലൈറ്റായിട്ട് വല്ലതും കഴിക്കണം. എന്നിട്ട് വേണം പ്രയാഗ്രാജ്, അത് ശരിക്കും കുമ്പള നടക്കുന്ന സ്ഥലത്തോട് പോവാൻ. അപ്പോൾ ഞാൻ ഫോൺ ചാർജ് ഒക്കെ പറഞ്ഞിരിക്കായിരുന്നു. ഓക്കെ, നമുക്ക് ഇത് വേണം. ഇതാണ് ഞങ്ങൾ കിടന്ന സ്ഥലം. എന്തേ ഇതായിട്ട് നമ്മൾ കിടന്ന സ്ഥലം. അപ്പൂപ്പൻ
അപ്പൂപ്പൻ ചിൽ മൂഡായിരുന്നിട്ടാ. അപ്പൂപ്പൻ സീനായിരുന്നു. ഞങ്ങളെ തെറിയൊക്കെ പറഞ്ഞതല്ല, ഞങ്ങളെ സാധനം അടുപ്പിക്കണൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ശ്രീനോട് എന്തോ മൊബൈലൊക്കെ ചോദിക്കണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് മോനൊക്കെ ചോദിച്ചിട്ട് ശ്രീ പറഞ്ഞു കൊടുത്തതിന് എന്തോ കണ്ണിട്ട് പിടിപ്പിക്കണ്ടായിരുന്നു. ഇതാണ് ഇന്നലെ കാണുന്ന ഹോള്. അവിടെ മൊത്തം പോലീസാടാ. ഈ ഭാഗത്ത് റൈറ്റ് സൈഡ് ടോയ്ലറ്റൊക്കെയാണ് മൊത്തം. പിന്നെ ഇത് ഈ പില്ലറിൽ മൊത്തം പ്രക്കോഴ്സുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇപ്പൊ എല്ലാരും ഇടിച്ച് പോയിട്ട് രാവിലെ തന്നെ. ഇത് ഇവിടെ മൊത്തം ആൾക്കാരായിരുന്നു. നടക്കാൻ കൂടി പറ്റുണ്ടായിരുന്നില്ല. ആകെ കൂടെ ആശ്വാസമായി വിട്ട് കണ്ടിട്ടാ. പിന്നെ പുറത്ത് മൊത്തം വരെയാണ്. ഇവിടെ കിടിലം ചായ കിട്ടുന്നുണ്ട്. ഇവിടെ ചായ കുടിച്ചു. ഇതൊക്കെ ആരായി കിറ്റ്കാറ്റ് 5 സ്റ്റാർ കഴിക്കുന്നത്? ആരാ വച്ച ഇതാ കൊച്ചു വരച്ചണ്ടാ. എനിക്ക് അതുപോലെ മുഖത്തടിക്കണം വച്ച. ആണോ? അതുപോലെ പഞ്ചടിക്കണമുണ്ട്. നമ്മള് കയ്യിലും കാലിലെല്ലാം അടിക്കുന്നു. വൈബാക്കണം. എന്നിട്ട് പക്ഷെ ഈ അപ്പൂപ്പൻ ആയ വെച്ചാ കൊറേ നേരം അരങ്ങാണ്ട് രാവിലെ തന്നെ വരുന്നുണ്ട്. ടോയ്ലറ്റ് പോടാ. ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഗൈസ്. ബ്രെഡ് ഡേറ്റ് കഴിച്ചതാ. ശ്രീരാമയുടെ സ്പെഷ്യൽ അരി ഉണ്ടാക്കുന്നത്. ഇത് കുറെ ഉണ്ടായിരുന്നു. ഇത് ഞങ്ങളെ കുറെ നല്ല മുതലാക്കിയത്. പിന്നെ ശ്രീഹരി ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. ഇത് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇതിൽ പീസ് ഉണ്ട്. ഇത് 3-4 പീസ് ഉണ്ടല്ലോ. 3-4 പീസ് ഇല്ലേ. പിന്നെ ടെക്സിന്റെ സോക്സ്. എനിക്ക് ചെങ്ങായി ഇതാണ് ഇങ്ങനെ എനർജി ആയിരുന്നത്. മോട്ടിവേഷൻ. നമ്മള് 28-ാം വയസ്സിൽ ഇങ്ങനെ പറ്റുന്നില്ല. ചങ്ങായി 128-ാമത്തെ വയസ്സിലും ആള് ചിൽപടിയായിട്ട് ഇരിക്കണേ. നാളെ ഗഞ്ചാമൊക്കെ നാളെ ഒറ്റമൂലി വലിച്ചിരിക്കായിരുന്നല്ലേ. നമ്മൾ ഇതുവരെ ഇറങ്ങിയിട്ടില്ല കേട്ടോ കുംഭമേളക്ക്. അത് കുംഭമേള അടുത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഞങ്ങൾ ടിക്കറ്റ് റിസർവ് ചെയ്തോണ്ടിരിക്കായിരുന്നു. ഒരു 1.5 മണിക്കൂറൊക്കെ നിന്ന്. എന്നിട്ട് കിട്ടി കേട്ടോ. വെയിറ്റിംഗ് ലിസ്റ്റ് ആണ്. പക്ഷെ അത് കൺഫേം ആവാൻ ചാൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ തന്നെ കൗണ്ടർ ടിക്കറ്റ് വെച്ച് നമുക്ക് ട്രെയിനിൽ കയറാൻ പറ്റും. അപ്പൊ ഇപ്പോഴാണ് ഇറങ്ങിയത്. അപ്പൊ ക്ലോക്ക് റൂം അകത്തേ ഉള്ളൂ. അപ്പൊ നമുക്ക് ക്ലോക്ക് റൂമിൽ വെക്കണമെങ്കിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് വേണം. പ്ലാറ്റ്ഫോമിൽ കയറണമെങ്കിൽ ടിക്കറ്റ് കൗണ്ടറാണ് കുറച്ച് ലോങ് ആണ്. അപ്പൊ അവിടെയൊക്കെ ഞാൻ പോയിക്കൊണ്ടിരിക്കണം. ഫ്രീ അവിടെ ഉണ്ട് കേട്ടോ. അയ്യോ സൗണ്ടൊക്കെ പോയി. പക്ഷെ കുഴപ്പമില്ല കേട്ടോ. പവറിന്റെ മജിലാണല്ലോ ഹിമാചലി. അയ്യോ ഇതിന്റെ വേറൊരു പറയാനുണ്ട്. നമ്മളെ റിസർവേഷൻ കൗണ്ടറിന്റെ അടുത്ത് ഞാൻ ഫ്രീ ബ്ലോഗ് എടുത്തു. ഞാനും എടുത്തു. അപ്പൊ എന്നെ കണ്ട് പോലീസ് വന്നിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. അതിന് ഞാൻ വീഡിയോ മാത്രം ഡിലീറ്റ് ചെയ്തതാ. പക്ഷെ ആ ഡിലീറ്റ് കിട്ടി. അതായത് നമ്മൾ ഐഫോൺ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഏത് ഫോണായാലും ട്രാഷ് ഔട്ട് പോകാമല്ലോ. അപ്പൊ അതെടുത്ത് മണ്ടനാ അത്. അതുകൊണ്ട് ആ വീഡിയോ പോയില്ല. അത് ഉണ്ട് കേട്ടോ. ഈ നിങ്ങൾ ഇത് കാണുന്നതിന് തൊട്ട് മുമ്പത്തെ വീഡിയോ അതാണ്. കുറച്ച് ബുദ്ധിയുള്ള പോലീസുകാരനൊക്കെ ആണെങ്കിൽ മൊത്തം അങ്ങ് ഇറച്ചേപ്പിച്ച് കളിച്ചാൽ ആള് കുറച്ച് അമൗണ്ട് ടൈപ്പാണ്. അതുകൊണ്ട് രക്ഷപ്പെട്ടു. നമ്മളിപ്പോ പ്രയാഗ് രാജിൽ നിന്ന് നമ്മളെ എന്താ കണ്ടവന നമുക്ക് അപ്പുറത്തൊക്കെ തുള്ളായിരുന്നു. വൈബ് ഓസ്കാത്. ആ മൊത്തം ഈ വണ്ടി അതിട്ട് ഇവിടെ. ഇതെന്തോ എനിക്ക് തോന്നുന്നു ഒരു 12,000 രൂപ എന്തോ കിട്ടുന്നുണ്ട് ഈ വണ്ടി. നമ്മളവിടെ മഹാ കുംഭമേള നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു ഓട്ടോറിക്ഷയ്ക്കാണ് വന്നത്. ഇവിടുത്തെ ഭയങ്കര ഹോണടി കഴിക്കുന്നത്. ഒന്നും കേൾക്കണില്ല. ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കര ഹോണടിയാണ്. നമ്മള് ഇന്നലെ ഒരു മലയാളി പറഞ്ഞു എല്ലാവരും 150 രൂപ 200 രൂപയ്ക്കാണ് ചോദിക്കണേ പറഞ്ഞു. പക്ഷെ നമ്മുടെ അടുത്ത് അങ്ങനെ ചോദിച്ചിട്ടില്ല. 50 പറഞ്ഞു. അപ്പൊ ഞങ്ങൾ 30 പറഞ്ഞു. അപ്പൊ ഓക്കെ പറഞ്ഞു. പക്ഷെ പിന്നെ ചിജൂർപ്പ് പറഞ്ഞാൽ മതി. അവിടെ 10 രൂപയ്ക്ക് വരെ പോകുന്നവരുണ്ട്. അപ്പൊ കുഴപ്പമില്ല. 30 രൂപയ്ക്ക് ലാഭാട്ടോ. കുറച്ച് വരാനുണ്ട്. നമുക്കാണെങ്കിൽ ചത്ത വരാൻ. ഇവിടെ മൊത്തം തിരക്കാട്ടോ. പിന്നെ ഇവിടെ മൊത്തം തിരക്കാട്ടോ. നല്ല ബഹളുണ്ട്. ഞങ്ങൾ കുറച്ചേരം ഇങ്ങോട്ട് വന്ന് എന്നിട്ട് അതിന് ശേഷമാണ്
വീടെടുക്കണേ. ഇതാ ഇവിടെ ഒക്കെ മൊത്തം ആൾക്കാരാണ്. ഇത് എങ്ങോട്ടോ ഒരു ഗ്രൗണ്ടിലൊക്കെ പോണത്. ഗ്രൗണ്ടിലാണ് നടക്കണത്. ഇവിടെ സൈഡൊക്കെ ഇരുന്നിട്ടും ഇങ്ങനെ കുറെ പേര് കുക്കിംഗ് ചെയ്യുന്നുണ്ട്, കുറെ പേര് അവിടെ ഇരിക്കുന്നുണ്ട്, റെസ്റ്റ് എടുക്കുന്നുണ്ട്, എന്തൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മള് പോയോക്കാം. അയ്യോ, പിന്നെ ഞങ്ങള് ഭക്ഷണം വെച്ചില്ലേ, ഞങ്ങള് ലൈറ്റായിട്ട് ഫുഡൊന്നും കഴിക്കണം. എനർജിയൊക്കെ ലോസ് ആയിക്കൊണ്ട് വരുന്നുണ്ട്. കുറെ രാവിലെ തന്നെ കുറെ നിന്നു, ബാഗും ചുമഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അതിന്റെയാണ്. എന്തായാലും ഇവിടെ നല്ല വെയിലുണ്ട്. പിന്നെ അതാണ് രണ്ടാമത്തെ കാര്യം. വെച്ചാല് രാത്രി മോർണിംഗ് ഒക്കെ 9 ഡിഗ്രി സെൽഷ്യസൊക്കെ വന്നു, 9-10. പക്ഷെ ഇപ്പോഴാണെങ്കിൽ നല്ല വെയിലും, നല്ല ചൂട് കൊള്ളുന്ന വെയിലാണ്. നല്ല രസമുണ്ട്. അത് കിട്ടുമ്പോൾ ഒരു സുഖമുണ്ട്. കൊള്ളാം. ശ്രീ ഇവിടെ ഉണ്ട് കേട്ടോ. ശ്രീ എന്തോ കാലമായ സംഭാഷണത്തിലാണ് ആരോ കൂട്ടുകാരോട്. അതിനുവേണ്ടി നമ്മൾ നിന്നേട്ടാ. ഇവിടെ ഫോണിൽ സംസാരം കൂടെ പറ്റില്ല. കാരണം ബുദ്ധിമുട്ടാണ്. ഇവന്മാരുടെ ഹോണടിയും പിന്നെ ഈ ആൾക്കാരുടെ സൗണ്ടും മാങ്ങ എല്ലാം ഉണ്ട്. ഇതേമേ നാട് വിട്ട് പോകുന്നൊരു ഫീൽ കേട്ടോ. എല്ലാവരും ബാഗും കയ്യിൽ അതും ഇതും കവറൊക്കെ പിടിച്ചിട്ടാണ് പോണത്. കൊള്ളാം.